റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ ഇന്ത്യ സമ്മതിച്ചുവെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൗസിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇക്കാര്യം അവകാശപ്പെട്ടത്. ഇതൊരു വലിയ ചുവടുവയ്പ്പാണെന്നും ഇനി ചൈനയെ കൊണ്ടും ഇത് തന്നെ ചെയ്യിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യ എന്നും അമേരിക്കയുടെ വിശ്വസ്തനായ പങ്കാളിയാണെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ അവകാശവാദത്തിന് മറുപടിയുമായി ഇന്ത്യയും റഷ്യയും രംഗത്തെത്തി. ഊർജ വിഷയത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണനയെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട്. റഷ്യൻ എണ്ണ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ടതാണെന്ന് റഷ്യയും പ്രതികരിച്ചു. ഇന്ത്യൻ സർക്കാരിന്റെ നയത്തിനനുസരിച്ചാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും എണ്ണ വാതക വിഷയങ്ങളിൽ ഇന്ത്യയുമായുള്ള സഹകരണം തങ്ങൾ തുടരുമെന്നും റഷ്യ ഔദ്യോഗികമായി വ്യക്തമാക്കി. ഈ അവസരത്തിൽ മറ്റൊരു നേതാവിന്റെ ദയനീയമായ പ്രസ്താവനയും വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്രംപിനെ ഭയമാണെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ട്രംപാണെന്നും ആവർത്തിച്ചുള്ള അവഗണനകൾക്കിടയിലും മോദി ട്രംപിന് അഭിനന്ദന സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ഈ അഭിനന്ദന സന്ദേശങ്ങൾ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിരുന്നു. അതിൽ നിർണായക പങ്കുവഹിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഇടപെടലാണ്. അങ്ങനെ രണ്ട് രാജ്യങ്ങൾ 2 വർഷത്തിലേറെ തുടർന്നുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ട ഒരു യുദ്ധമാണ് ട്രംപിന്റെ ഇടപെടലിലൂടെ അവസാനിച്ചത്. ഒരു രാജ്യത്തെ നേതാവ് നല്ലത് ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യം, പ്രത്യേകിച്ച് ഇന്ത്യ, അത് അംഗീകരിക്കും. അതാണ് ഇന്ത്യയുടെ സാംസ്കാരിക രാഷ്ട്രീയ ബോധം. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദന സന്ദേശങ്ങൾ അയച്ചത്. അവിടെ ശത്രുതാ മനോഭാവം കാണിക്കാൻ പാടില്ല എന്ന നയം ഇന്ത്യക്കുണ്ട്. ഇന്ത്യക്ക് സ്ഥിരമായ ശത്രുക്കളില്ല എന്നതിൻ്റെ തെളിവാണത്. ഇതിനെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മോദി ട്രംപിന് അഭിനന്ദന സന്ദേശങ്ങൾ അയക്കുന്നുവെന്ന്. ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നത്, പ്രധാനമന്ത്രി കസേര മാത്രം സ്വപ്നം കണ്ട് കഴിയുന്ന രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ സാംസ്കാരിക രാഷ്ട്രീയ മൂല്യങ്ങൾ ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്.